Hello and welcome back to my channel. ഇന്നൊരു സിമ്പിൾ എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 രൂപ കോയിനും മീഡിയം സൈസ് നീഡിലും എടുത്തിട്ടുണ്ട്. പിന്നെ മാർക്ക് ചെയ്യാൻ ഒരു പെന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഒരു പേപ്പർ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കോയിൻ വെച്ചിട്ട് അതിന് ചുറ്റും മാർക്ക് ചെയ്യുക. മൊത്തം 12 പോയിൻറ്റ്സ് ഇതുപോലെ അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 4 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക, പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 12 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തണം. ഇപ്പോൾ 12 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിൽ ഒരു പോയിൻറ്റും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ 6 സ്ട്രാൻഡ്സുള്ള ഈ റോസ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതുപോലെ നടുവിലത്തെ പോയിൻ്റ് കൂടെ നൂല് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പോയിൻ്റിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന പോയിൻ്റ് കൂടെ സൂചി പുറത്തേക്ക് എടുക്കുക. ഇനി ഇതുപോലെ ചെയ്തിട്ട് അടുത്ത പോയിൻ്റ് കൂടെ സൂചി പുറത്തേക്ക് എടുക്കണം. ഇനി എല്ലാ പോയിൻ്റ് കൂടി ഇതുപോലെ തന്നെ ചെയ്യുക. എല്ലാ പോയിൻറ്റും കഴിഞ്ഞാൽ നൂല് ഇതുപോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സൂചി താഴത്തേക്കാക്കിയിട്ട് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ വൈറ്റ് നൂലാണ് എടുത്തിട്ടുള്ളത്. അതും 6 സ്ട്രാൻഡാണ്. ഇതാദ്യം നമ്മൾ ഒരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അടുത്ത പോയിൻ്റിൽ നിന്ന് കുറച്ച് താഴേക്കാക്കിയിട്ട് സൂചി ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ആ 2 പോയിൻറ്റിൻ്റെ ഏകദേശം നടുവിൽ കൂടെ കുറച്ച് താഴ്ഭാഗത്താക്കിയിട്ട് വേണം ഇത് സൂചി ഇതുപോലെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൂചി നടുവിൽ കൂടെ ഇറക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. അടുത്തത് ഇതേപോലെ ഒരു പോയിൻ്റിൽ നിന്ന് എടുത്തിട്ട് മറ്റേ പോയിൻ്റിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മറ്റേ സൈഡിലുള്ള വൈറ്റ് ത്രെഡിൻ്റെ മുകളിൽ കൂടെ വേണം സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ത്രെഡിൻ്റെ മുകളിൽ കൂടെ വേണം സൂചി എടുക്കാൻ. ഇനി എല്ലാ സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക.
ഇനി ഞാനൊരു ചെറിയ നീഡിലും അതുപോലെ വൈറ്റ് ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ സൂചി സെൻറ്ററിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ബീഡ് പുറത്ത് കൊടുത്തിട്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുട്ടികളുടെ ഫ്രോക്സിലും അതുപോലെ കുർത്തികളിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.